എല്ലാവർക്കും ജി കെ വെൽഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്ന, അതായത് 6/3/2021 നടന്ന പ്രാഥമിക പരീക്ഷയുടെ മൂന്നാം ഫേസിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ നല്ലപോലെ പഠിച്ചിട്ട് പോയ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇത് എളുപ്പമായിട്ട് തോന്നും. അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നു. ഒരുപാട് കാര്യങ്ങൾ സെയിം ഉത്തരം, അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും പാറ്റേൺ അനുസരിച്ചിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിന് മുൻപുള്ള ഒരു ക്ലാസ്സിൽ ഞാൻ കണക്റ്റഡ് ഫാക്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചാനലിൽ തന്നെ. അത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ഒരു പാഠഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എയുടെയാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാണ്. അപ്പൊ ഇത് ഞാൻ ഒരു പ്രാഥമിക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രൊഫഷണൽ ആൻസർ കീ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആൻസേഴ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വൈകി വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സും കമന്റ് ബോക്സും ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഗാർഗി ആനന്ദൻ. 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ ആരാണ്? ഉത്തരം വീരമണി രാജു. അടുത്ത ചോദ്യം, 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ എ എൻ പ്രഭാകരനാണ് ശരി ഉത്തരം. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? ഉത്തരം ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2020 യുനെസ്കോ ചെയർപാർട്ടൺ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി പരിയാരമാണ്. അടുത്ത ചോദ്യം, 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം. ഇവിടെ ചോദ്യം പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്, 2020 എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. കുറച്ചുപേര് നാഗാലാൻഡിലേക്ക് പോകും, പക്ഷെ അവിടെ ആദ്യമായിട്ടെന്ന് ചോദിച്ചത് കൊണ്ട് ഉത്തരം ത്രിപുരയാണ് ശരിയായിട്ട് വരുന്നത്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിന് ലഭിച്ചത് ഓപ്ഷൻ ഡി ശശി തരൂരാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കുക, 2020 മാർച്ചിലെ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശിവരാജ് സിംഗ് ചൗഹാൻ. യുഎസിലെ കോർട്ട് ഓഫ് അപ്പീൽസ് ചീഫ് ജസ്റ്റിസായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജനാണ് ഓപ്ഷൻ ബി ശ്രീനിവാസൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രി ആയിരിക്കും? ഉത്തരം 30. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഉത്തരം ഓപ്ഷൻ സി 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? ഉത്തരം സിമ്പിൾ ആണ്, ആരവല്ലിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കുള്ള ഭാഗം മലനിരകൾ അറിയപ്പെടുന്നത് പൂർവ്വഘട്ടം എന്നാണ്. അറബിക്കടലിൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്തത്, ഇതും കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സെയിം ആൻസർ തന്നെയാണ്, മഹാനദി. അടുത്ത ചോദ്യം, സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി. സിന്ധു നദിയെ വിട്ടുള്ള കളിയില്ല, ഓപ്ഷൻ ഡി രവിയാണ് ഉത്തരം വരുന്നത്. ഇന്ത്യയുടെ ശൈത്യകാലം ഏതാണ്? ഡിസംബർ ഫെബ്രുവരി. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏതാണ്? ഉത്തരം എക്കൽ മണ്ണ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമാക്കിയിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ എ കടുവ. അടുത്തത്, വേടന്തങ്ങൾ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം തമിഴ്നാട്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയായി ചുമതലയേറ്റത്? ഓപ്ഷൻ സി അൽഫോൺസ ഡി അൽബുക്കർക്കാണ്. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അടുത്ത ചോദ്യം, 1887 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമൻ ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്? ഉത്തരം വാറൻ ഹേസ്റ്റിംഗ്. അടുത്ത ചോദ്യം നോക്കാം, ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റായ് ആണ്. രാജാറാം മോഹൻ റായ് ഇവിടെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശം ഉൾപ്പെടെയുള്ള അവകാശം ഏതാണ്? അപ്പോ നമ്മളിത് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ പൗരന്റെ, ഇതും നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഉത്തരം സ്വത്തവകാശം. ഞാൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന ചോദ്യം. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഏറെക്കുറെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ എന്താണ്? അയിത്ത നിർമാർജനം. അടുത്തത്, 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? ഉത്തരം 19. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി ഏതാണ്? ഉത്തരം രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി പ്രധാനമന്ത്രി.
ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ഉത്തരം ജയന്തി പട്നായിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മെമ്പർമാരുടെയും കാലാവധി ഉത്തരം നമുക്ക് രണ്ടെണ്ണം വരുന്നുണ്ട്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഓപ്ഷൻ ഡി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇതിപ്പോ നമുക്ക് 2019 ഭേദഗതി അനുസരിച്ച് നമുക്ക് ഇത്തരത്തിലൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ആൻസർ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കൺഫർമേഷൻ ചെയ്തിട്ട് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ ഇടാം. ഇത് ഡൗട്ട് ആയിട്ട് വന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ 2019 ഭേദഗതി അനുസരിച്ച് നമുക്ക് ഓപ്ഷൻ എ ആണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ഡൗട്ട് ആയിട്ട് ഇടുകയാണ് ഓപ്ഷൻ എ ആൻഡ് ഡി. അടുത്ത ചോദ്യം, രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കത്ത. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി? ഉത്തരം ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയെ പ്രഖ്യാപിച്ചത്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയെ സേവനമനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അടുത്ത ചോദ്യം, ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഗ്യാനി സെയിൽ സിംഗ്. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്? ഉത്തരം വരുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. നേരെ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞ തവണത്തെ ചോദ്യത്തില്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഉത്തരം പ്രസിഡന്റ്. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? അപ്പോൾ അതിന്റെ പേര് മാറ്റം വന്നിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഉത്തരം വരുന്നത്. അടുത്തത്, കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം ഏതാണ്? മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് വർ റിപ്പീറ്റിംഗ്. അപ്പൊ ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്? റിപ്പീറ്റഡ് ആണ്, ഏറനാട്. കേരളത്തിന്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം? ലക്കിടി, വയനാട്. കേരളത്തില് നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? എക്കൽ മണ്ണ്. നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായമാണ് കയർ വ്യവസായം. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. അടുത്ത ചോദ്യം, ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുതി പദ്ധതി മീൻവല്ലം ഏത് പുഴയിലാണ്? തൂതപ്പുഴ. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല? പത്തനംതിട്ട. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്നത് ഫറോക്ക്, പാലക്കാട്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ? AKG. അടുത്ത ചോദ്യം, സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചതിന് നേതൃത്വം നൽകിയത്? അയ്യങ്കാളി. ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ്? റിപ്പീറ്റഡ് ആണ്, അക്കമ്മ ചെറിയൻ. കഴിഞ്ഞ തവണ PSC ചോദിച്ച ചോദ്യം തന്നെയായിരുന്നു. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഉത്തരം ആഗമാനന്ദ സ്വാമി. അടുത്തത്, തൂവൽ പന്തികൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമി. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് ആരാണ്? അയ്യത്താൻ ഗോപാലൻ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ല. പഴശ്ശി കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത്? MT വാസുദേവൻ നായർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവർഗം? കുറിച്യരും കുറുമ്പരും. സർക്കാർ ജോലികൾ തിരുവിതാംകൂർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം മലയാളി മെമ്മോറിയൽ ആണ് വരുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യരുടെ വായിലെ ഉളിപ്പള്ളുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം വരുന്നത് 8. അടുത്തത്, ശ്വാസകോശത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലം? പ്ലൂറയാണ്. കുറെ പേർക്ക് പെരികാർഡിയം വരും. അത് നമ്മുടെ മെനിഞ്ചസിനെ കവർ ചെയ്ത് സൂക്ഷിക്കുന്നതാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക, ലോക ഹീമോഫീലിയൻ ദിനം എന്നാണ്? ഉത്തരം വരുന്നത് ഏപ്രിൽ 17. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് സെറിബെല്ലം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? ഉത്തരം സെറിബ്രം. കാൽമുട്ടിലെ അസ്ഥിയുടെ മറ്റൊരു പേരെന്താണ്? പാറ്റല്ല. കാരറ്റിൽ ധാരാളമായി ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചിട്ടാണ് വിറ്റമിൻ A ആയിട്ട് മാറുന്നത്? ഉത്തരം ചെറുകുടൽ. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള ജീവകം ഏതാണ്? ജീവകം D. കേരളത്തിലെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്? ഉത്തരം നൈട്രജൻ ആണ്. അടുത്ത ചോദ്യം, ന്യൂക്ലിയസിന് ചുറ്റിക്കറങ്ങുന്നത് ഇലക്ട്രോൺ. ഇരുമ്പിന്റെ ധാതുവാണ് ഹേമറ്റൈറ്റ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്? ഉത്തരം വരുന്നത് ഹൈഡ്രജൻ ആണ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിക്കുന്ന രാസ സംയുക്തം ഏതാണ്? ഉത്തരം സോഡിയം ഹൈഡ്രോക്സൈഡ്. 16ാമത്തെ ഗ്രൂപ്പില് ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? ഓപ്ഷൻ സി ഫ്ലൂറിൻ ആണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, ദ്രവ്യവും ഊർജവും ഒരു അസ്തിത്വത്തിന്റെ 2 ദിനരൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ഐൻസ്റ്റീൻ.
ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം സമചലനമാണ്. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? ഉത്തരം ബലമാണ്. അടുത്തത് സൂര്യന്റെ ഉപരിതല ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ്. വൈദ്യുത ചാർജ് ഉള്ള കണങ്ങള് ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ. അടുത്തത് മാത്സ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ 12 കൊണ്ട് നിശ്ലേഷണം ഹരിക്കാവുന്ന സംഖ്യ ഏതാണ്? ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, വില കാണുക. 23.08 പ്ലസ് 8.009 പ്ലസ് 1/2. 1/2 എന്ന് പറയുന്നത് 0.5 ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് വേഗം ഉത്തരം കിട്ടും. ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, 1.004 minus 0.0542 which is equal to option C. 3 കിലോഗ്രാം അരിയുടെ വില 27.36 രൂപയായാൽ 10 കിലോഗ്രാം അരിയുടെ വില എത്രയാ എന്നാണ് ചോദ്യം. ഉത്തരം 91.2. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നിശ്ചിത തുക എക്കും ബിക്കും 3:27 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും എക്ക് ലഭിക്കുക? ഉത്തരം ഓപ്ഷൻ എ. 12 സംഖ്യകളുടെ ശരാശരി 20. ഒരു സംഖ്യ കൂടി ചേർന്നപ്പോൾ ശരാശരി 19 കിട്ടി എങ്കിൽ കൂട്ടിച്ചേർത്ത സംഖ്യ എത്ര? ഉത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഒരു കച്ചവടക്കാരൻ ഒരു ക്ലോക്കിന് 20% ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം വീണ്ടും 10% ഡിസ്കൗണ്ട് കൂട്ടി അനുവദിച്ചു. ഈ ക്ലോക്ക് 108 രൂപയ്ക്ക് വിറ്റാൽ അതിന്റെ പരസ്യ വില എത്രയാണ്? ഉത്തരം 150. ഒരാൾ ഓഫീസിലേക്ക് 35 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിൽ പോകുന്നു. തിരിച്ച് വീട്ടിലേക്ക് 15 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിലും 2 യാത്രയ്ക്കും കൂടി 4 മണിക്കൂർ വേണ്ടി വന്നെങ്കിൽ അയാളുടെ ഓഫീസിനും വീടിനും തമ്മിലുള്ള അകലം എത്രയായിരിക്കും? ഉത്തരം 42 കിലോമീറ്റർ. ഒരു മണിക്കൂറിൽ ഒഴുക്കിന് അനുകൂലമായി 11 കിലോമീറ്ററും ഒഴുക്കിനെതിരെ 5 കിലോമീറ്ററും സഞ്ചരിക്കുന്ന ബോട്ട് നിശ്ചല ജലത്തിൽ എത്ര വേഗത്തിൽ സഞ്ചരിക്കുമെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി 8 കിലോമീറ്റർ. A is equal to അധികം, B is equal to ന്യൂനം, C equal to ഗണനം, D is equal to ഹരണമായാൽ 18C 14A 6B 16D 4ന്റെ വില എത്രയാണ്? ഓപ്ഷൻ ബി 254. 1 into 2 equal to 5 2 into 1 equal to 4 ആയാൽ 3 into 5 എത്രയാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി 13. സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ എ 13. ഒരു കോഡ് രീതിയിൽ എഡ്യൂക്കേഷനെ OPJUBDVEF എന്ന് എഴുതാമെങ്കിൽ കമ്പ്യൂട്ടേഴ്സിനെ എങ്ങനെ എഴുതാമെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന വാക്കിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്ന വാക്ക് കണ്ടെത്തുക. ഉത്തരം ലോഡ്ജ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം, ഒറ്റയാനെ കണ്ടെത്തുക. ഉത്തരം ആസ്ട്രോളജി. ഒറ്റയാനെ കണ്ടെത്തുക വീണ്ടും. ഉത്തരം മഞ്ഞയാണ്. പച്ച, നീല, ചുവപ്പൊക്കെ പ്രൈമറി കളേഴ്സ് ആണ്. 42 പേർ പഠിക്കുന്ന ഒരു ക്ലാസ്സിലെ കണക്ക് പരീക്ഷയിൽ ദിലീപിന്റെ സ്ഥാനം 3-ൽ നിന്നും 18-മതാണെങ്കിൽ പിന്നിൽ നിന്നും കണക്കാക്കിയാൽ ദിലീപിന്റെ സ്ഥാനം എത്രയാണ്? ഉത്തരം 25. അച്ഛൻ മകനോട് പറഞ്ഞു, നിന്റെ ഇപ്പോഴത്തെ പ്രായം എനിക്കുണ്ടായിരുന്നപ്പോഴാണ് നീ ജനിച്ചത്. ഇപ്പോഴത്തെ പ്രായം 54 എങ്കിൽ മകന്റെ പ്രായം എത്ര? 27. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ ഇംഗ്ലീഷ് നിഘണ്ടുവിനെ പോലെ ക്രമീകരിച്ചാൽ മൂന്നാമത് വരുന്ന വാക്ക് ഏതായിരിക്കും? ഉത്തരം സ്റ്റേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എക്സാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഞാൻ വേഗം തന്നെ ആൻസർ കീ ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കട്ട് ഓഫും കാര്യങ്ങളൊന്നും പറയില്ല. പൊതുവേ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ രണ്ടാമത്തെ പാറ്റേൺ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ഇത് നല്ല എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അല്ലാത്തവർക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആവാനാണ് ചാൻസ്. അപ്പോൾ ഇനി അടുത്ത ഫേസും നിങ്ങൾ ശ്രദ്ധിക്കുക. 3 ക്വസ്റ്റ്യൻ പേപ്പർ നല്ലപോലെ പഠിച്ച് വർക്ക്ഔട്ട് ചെയ്തിട്ട് പോവുക. പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇതിന് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്.